ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദം തുടരുകയാണ്. സെപ്റ്റംബർ 20-ന് പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. എന്താണ് ആഗോള അയ്യപ്പ സംഗമം? ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അയ്യപ്പ സംഗമം നടത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യമിടുന്നത് ശബരിമലയുടെ വികസനമാണെന്നും വിശ്വാസവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. സംഗമത്തിൽ 3000 പ്രതിനിധികൾ പങ്കെടുക്കും എന്നാണ് വിവരങ്ങൾ. വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ ചെറുക്കാനാണ് ഇങ്ങനൊരു പരിപാടിയെന്നാണ് സർക്കാർ പറയുന്നത്. ഇടതുപക്ഷ സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പാർട്ടി സെക്രട്ടറി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബരിമല പ്രവേശനത്തിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ കൈപൊള്ളിയ ടീമാണ് ഈ പറയുന്നത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാവട്ടെ. ഏതായാലും ശബരിമലയെ മുൻനിർത്തി മുതലെടുപ്പിനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പരിപാടി ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല, എന്നാൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് മറു ചോദ്യങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഇതിനെല്ലാം ഉത്തരം പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ മതി എന്നാണ് UDFന്റെ നിലപാട്. ഒപ്പം പന്തളം കൊട്ടാരം പ്രതിനിധികളും ഈ സംഗമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്താനാണ് സംഘപരിവാറിന്റെ തീരുമാനം. ഈ മാസം 22-ന് പന്തളത്ത് വിപുലമായ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും പന്തളം കൊട്ടാരവുമാണ് ഈ പരിപാടിക്ക് പിന്നിലുള്ളത്. അമിത്ഷാ, യോഗി ആദിത്യനാഥ് എന്നിവരെ പരിപാടിയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ വിഷയം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് ഞെട്ടിക്കുന്നതാണ് എന്നായിരുന്നു കോടതിയുടെ പരാമർശം. മാത്രമല്ല, പരിപാടിയുടെ സാമ്പത്തിക ചെലവുകളും ഫണ്ട് സമാഹരണവും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. ആദ്യം നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോകാം. ആഗോള അയ്യപ്പ സംഗമത്തിൽ വർഗീയവാദികളെ പ്രവേശിപ്പിക്കരുത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. വർഗീയവാദികളെ പരിപാടിയിലേക്ക് ക്ഷണിക്കരുത് എന്ന അദ്ദേഹത്തിന്റെ വാചകം അത് സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണ് എന്ന കാര്യം വ്യക്തമാണ്. അത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഏതായാലും ശബരിമല യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ല, കടിഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ അധ്യായമാണെന്നാണ്, അടഞ്ഞ അധ്യായമാണെന്നല്ല. രണ്ടും രണ്ടാണ്. കഴിഞ്ഞ അധ്യായമാണ്. ഇന്നേ വരെയുള്ള വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ്. അപ്പൊ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ്. ഇപ്പോഴും തന്നെ ഇതിനെതിരായി RSSും സംഘപരിവാര വിഭാഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള കാപട്യമാണ് സർക്കാരിന്റേത് എന്നാണ് UDF പക്ഷം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ച് തന്ത്രപരമായ നിലപാടാണ് UDF സ്വീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത് കേൾക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപട്യമാണ്. ഇതിപ്പോൾ ബഹിഷ്കരിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യാൻ രാഷ്ട്രീയ സമ്മേളനം അല്ല അവിടെ നടക്കുന്നത്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാരലംഘനം ശരിയാണ്, ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അഭിപ്രായം മാറ്റിയോ? അത് പറയേണ്ടവര് കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല. അതെ, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള കാപട്യമാണോ സർക്കാരിന്റേത് എന്നറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ CPM നവോത്ഥാന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ എന്നറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈൻലാബ്ദിൻ വിശദമായ വിവരങ്ങൾ നൽകും. ആഗോള അയ്യപ്പ സംഗമം കേരളത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു പരിപാടിയാണ്. അത് ഈ മാസം 20-ാം തീയതി പമ്പ തീരത്താണ് പരിപാടി ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്നത്. ആ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തതിന് പിന്നാലെ തന്നെ ആദ്യം BJP, പിന്നീട് സംഘപരിവാർ അതിനെതിരെ രംഗത്ത് വരുന്നു. ആദ്യം BJPക്കാർ പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സമയത്തുണ്ടായിരുന്ന കേസുകൾ ആദ്യം സംസ്ഥാന സർക്കാർ പിൻവലിക്കട്ടെ, ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിൽ ഭൂരിപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ അത് നടത്തുന്നത് എന്നുള്ളതാണ്. ആ പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്ന തരത്തിലുള്ള ചില ഭീഷണികളൊക്കെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. രാജീവിന് കേരളത്തെക്കുറിച്ച് അറിയില്ല എന്നൊക്കെ പറഞ്ഞാണ് മുഖ്യമന്ത്രി അതിനെ തള്ളിക്കളഞ്ഞത്. UDF ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു തന്ത്രപരമായ സ്ട്രാറ്റജി കൊണ്ടാണ്. അവർ ആ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്ന് ചോദിച്ചാൽ ബഹിഷ്കരിക്കുന്നില്ല, പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ അവർ പങ്കെടുക്കില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ
നിൽക്കുന്നത്. അത് ചില ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് അവർ വെക്കുകയാണ്. അതൊരു തന്ത്രപരമായ സമീപനമാണ്. ഈ ഭൂരിപക്ഷ പ്രീണനം എന്നുള്ള വാദം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ നിലപാട് UDF സ്വീകരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു സത്യവാങ്മൂലം നൽകിയിരുന്നു. സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കരുത് എന്നുള്ള സത്യവാങ്മൂലമാണ് നൽകിയത്. പിന്നീട് അത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് മാറ്റി നൽകുന്നു. സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ആ സത്യവാങ്മൂലം മാറ്റി നൽകാൻ വേണ്ടി പിണറായി സർക്കാർ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് ആദ്യം പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള ഉത്തരവൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ എന്നെ ക്ഷണിച്ചാൽ മതി, ഞങ്ങളെ ക്ഷണിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. സംസ്ഥാന സർക്കാരാണെങ്കിൽ അതിൽ കയറി കൊളുത്തില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത് കയറി കൊളുത്തുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം ഉണ്ട്. അതുകൊണ്ടാണ് മന്ത്രി VN വാസവൻ ഇന്ന് ആ വിഷയത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സബ് ജുഡീസായ സംഭവമാണ് അത്. സബ് ജുഡീസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞാൽ അതിനകത്ത് മറ്റ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ആ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബലം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ. അതിൽ ഒന്ന് NSS ആണ്. NSS ആണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ളത്. നാമജപ ഘോഷയാത്ര കേരളത്തിലുടനീളം സംഘടിപ്പിച്ചത് NSS ആണ്. അതുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് CPM-ന് നല്ല ബോധ്യവും ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുമ്പോൾ, അത് അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയ്ക്കും നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാം എന്നുള്ള നിലപാട് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്നു. പിന്നീട് BJP RSS വിമർശനവുമായി വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികളെ, അതായത് MLA-മാരെ ഒഴിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന് മുന്നിലേക്കും ദേവസ്വം ബോർഡിന് മുന്നിലേക്കും വെക്കുന്നു. ദേവസ്വം ബോർഡ് അത് അംഗീകരിക്കുന്നു. അതോടുകൂടി NSS പ്രതിനിധി അയക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. SNDP-യുടെ പിന്തുണ നേരത്തെ അതിനകത്ത് ഉണ്ട് താനും. അതുകൊണ്ട് ഈ രണ്ട് സംഘടനകളുടെയും പിന്തുണയുള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശങ്ക ആ വിഷയത്തിൽ ഉണ്ടാക്കുന്നതല്ല. ഇനി ദേവസ്വം ബോർഡോ സംസ്ഥാന സർക്കാരോ മാത്രമല്ല, CPM ആകെ ഈ പരിപാടി ഏറ്റെടുത്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ചരിത്ര സംഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ഏറ്റെടുത്തിരിക്കുന്ന ലക്ഷ്യം. എന്തുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ചോദ്യം പ്രസക്തമായി സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയം തന്നെയാണ്, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നുള്ള വിമർശനം നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന വിമർശനം പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. UDF-നാണെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടന്ന് ഈ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്ന് പറയാനും കഴിയില്ല. കാരണം ഹൈന്ദവ സമുദായത്തിൻ്റെ വോട്ട്, ഈ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു വൈകാരികതയുണ്ട്. ആ വൈകാരികതയെ പിടിച്ച് ആ പരിപാടി ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ബോധ്യം UDF-നുള്ളതുകൊണ്ട് അതെ, എന്തിനാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതിന് പിന്നിലുള്ള രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വിവരങ്ങളാണ് സേഫ് സൈൻ ലാബ്ദീൻ നൽകിയത്.